നന്നായി നൃത്തം ചെയ്യും ബാബുസ്വാമി. ഞാൻ പോയിട്ടുണ്ട് ബാബുസ്വാമിയുടെ ക്ഷേത്രത്തിലൊക്കെ. നിന്നെ ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നതാടാ. കൊറേ നാളായി അവൻ കിടന്ന്. ഇത് ഇട്ടേരെ, നല്ലതാ ഈ പറയുന്നതൊക്കെ. മനസ്സിലായോ? ഈ പറയുന്നത് മോനെ കട്ട് ചെയ്ത് കളയല്. ഇതൊക്കെയാണ് രസകരം. ഇപ്പൊ ഇത് അമ്മ വരച്ച ചിത്രം ഇപ്പൊ ഇന്ന് രാവിലെ വരച്ചതാണ് അല്ലേ? നിങ്ങളുടെ സ്നേഹസമ്മാനം. അമ്മ ഇരുന്ന് നമസ്കാരം. നയം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മനസ്സിന് വളരെ സന്തോഷം നൽകുന്ന ഏറെ വിശേഷപ്പെട്ട ഒരു മഹത് വ്യക്തിത്വത്തിൻ്റെ അടുത്താണ്. ഗുരു ദിവ്യ നാഗ സൈരന്ദ്രി ദേവി. അപ്പോൾ അമ്മയുടെ അടുത്താണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. കുറച്ച് നേരം നമ്മൾ അമ്മയുടെ വിശേഷങ്ങൾ പറയണം, അതുപോലെ അമ്മയുടെ ഒപ്പം കുറച്ച് നിമിഷങ്ങൾ ചെലവഴിക്കാനായിട്ട് വളരെ സന്തോഷത്തോടു കൂടി, വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പം ഞങ്ങളിവിടെ എത്തി. അമ്മയ്ക്ക് ഞങ്ങളൊരു സ്നേഹ സമ്മാനം കൊടുത്തു. ഇനി അമ്മേനെ ഞങ്ങളൊരു പൊന്നാട അണിയിച്ച് ഞങ്ങളുടെ സന്തോഷം കൂടുതൽ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മേനെ ഞാൻ വളരെ സ്നേഹത്തോടു കൂടി, ഹൃദയം നിറഞ്ഞ് സന്തോഷത്തോടു കൂടി ക്ഷണിക്കുന്നു. ആയിക്കോട്ടെ. നാട്, അച്ഛൻ, അമ്മ, സഹോദരങ്ങള്, അങ്ങനെയുള്ള വീട്ടിലെ വിശേഷങ്ങളൊന്ന് ഞങ്ങളോട് പറയൂ. ഞാനിപ്പോ വീടൊക്കെ ഉപേക്ഷിച്ചിട്ട് വർഷങ്ങളായി കുട്ടി. വീടല്ല, ഞാൻ അതെല്ലാം ക്ഷേത്രമായിട്ട് കാണുന്നത്. ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച ഒരാളാ. ബന്ധങ്ങൾ എന്ന് പറയുമ്പോഴേ പുറമേയുള്ള ബന്ധങ്ങൾ എല്ലാം ഉപേക്ഷിച്ച്, എന്നാൽ എന്താ എനിക്ക് അതിനെ പറയേണ്ടതെന്നറിയില്ല. ഉപേക്ഷിച്ചെങ്കിലും വ്യക്തികളെ എല്ലാരും ഉണ്ട് ഒപ്പം, പക്ഷെ ബന്ധനങ്ങളിൽ പെടാതെ ജീവിക്കുക. യെസ്, അതാണ് കറക്റ്റ്. ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് ബന്ധനങ്ങളിൽ പെടാതെ ജീവിക്കുന്ന ഒരാളാ. അപ്പോഴെനിക്കിപ്പോ അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, അങ്ങനെയുള്ള അത് എടുത്തെടുത്ത് പറയാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം അവരെല്ലാം എനിക്ക് ചില നേരത്ത് ഒരുപോലെ തോന്നും, ചിലപ്പം ഒന്നുമില്ലാതെ തോന്നും. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല. കാരണം അവരെ പറ്റി പറയേണ്ടതൊക്കെ അവരാണ്. എനിക്കിപ്പോ എന്നെ കുറിച്ച് മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ. ഇപ്പൊ അമ്മ, ചാച്ചൻ, സഹോദരൻ, ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചും ഇവിടെ പറയേണ്ടത് ഞാനല്ല, അത് നിങ്ങളെ തന്നെ, ആ ദേഹമാണ് പറയേണ്ടത്. നന്ദിയെ കുറിച്ച് പറയേണ്ടത് നന്ദിയാണ്, മോളെ കുറിച്ച് മോളാണ് പറയേണ്ടത്. ഇദ്ദേഹത്തിന്റെ ചിന്തകൾ ഇദ്ദേഹത്തിന്റെ, ആ മോന്റെ അദ്ദേഹം, സുൽത്താന്റെ സുൽത്താൻ, ഞാൻ എൻ്റേത്, ഇതെല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞ് കൂട്ടുകൂടിയിരിക്കുന്നതാണ് ഈ ലോകം തന്നെ. അങ്ങനെയാണ്. അല്ലാതെ ഓരോ ബന്ധങ്ങൾ പറയുമ്പോൾ അതെനിക്ക് പറ്റുന്നില്ല. എനിക്കതിന് വിശദീകരിക്കാൻ കഴിയുന്നില്ല. എനിക്ക് അങ്ങോട്ട് ആ തലത്തിലോട്ട് ചെല്ലാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന, അതില് കുത്തി 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 എടുത്ത് എന്തോ
പൊട്ടിച്ചെടുത്ത് വെക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത്. ഇതാവുമ്പോ കുഴപ്പമില്ല, ലാവിഷായി, ഇതിനാ ഒന്നും വേണ്ടല്ലോ. അമ്മയുടെ കുട്ടിക്കാലം, അതുപോലെ സ്കൂൾ വിദ്യാഭ്യാസം, കോളേജ് വിദ്യാഭ്യാസം, അതൊക്കെ എങ്ങനെ? ഞാൻ ശരിക്കും വിദ്യാഭ്യാസം ഒന്നും ചെയ്തിട്ടില്ല. ഭൗതിക ലോകത്ത് നിന്ന് നോക്കുമ്പോൾ കലാലയം, BA പൊളിറ്റിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടില്ല എന്നല്ല, പഠിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കത് വിദ്യാഭ്യാസമല്ല. ഞാൻ അതൊക്കെ പഠിക്കാൻ പോയതാ, പഠിച്ച് തലയിൽ ഇവിടെ നിറയ്ക്കാനല്ല പോയത്. ഞാൻ കലാലയത്തിൽ പോയത് ഈ നിറഞ്ഞിരിക്കുന്നതൊക്കെ എഴുതി കളയാൻ പോയതാ, ഒന്ന് ഒഴിവാക്കാൻ പോയതാ. ഗുരുക്കന്മാരെ അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു തരുമ്പോഴും ഞാൻ ഒഴുകിയല്ലായിരുന്നു എൻ്റെ ശ്രദ്ധ. ഏതെങ്കിലും ഒരു അധ്യാപകൻ വന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ചലനങ്ങൾ, അദ്ദേഹത്തിന്റെ വർത്തമാനം, പെണ്ണായാലും ആണായാലും, അവരുടെ കണ്ണേ മൂക്ക്, അവരുടെ സംസാരം, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരങ്ങോട്ട് പോകുന്നത്, അവരിങ്ങോട്ട് പോകുന്നത്, പിന്നെ അവിടെ നിന്ന് ഞാൻ അതുപോലെ തന്നെ ഇങ്ങോട്ട് കുട്ടികളെ നോക്കി പഠിപ്പിക്കുന്നതൊക്കെ ഞാനിങ്ങനെ ഇരിക്കും. സ്വപ്നലോകത്തായിരുന്നു. സ്വപ്നലോകം എന്ന് പറയുമ്പോ ഇത് തന്നെ യാഥാർത്ഥ്യങ്ങളാണത്, അത് സങ്കല്പമല്ല. പിന്നെ അവിടെ അധ്യാപകര് പഠിപ്പിക്കുമ്പോ ഇപ്പോഴത്തെ ഇരുന്ന കവിത എഴുത്തും കഥ എഴുത്തും ഒക്കെ അവരിങ്ങോട്ട് പഠിപ്പിക്കുന്നത് എൻ്റെ തലമണ്ടയിലൊന്നും കേറുന്നതുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്തുള്ളതെല്ലാം എടുത്തു കളയാൻ പോയതാ കലാലയത്തില്. അതുകൊണ്ടാണല്ലോ അവിടെ കലാലയം എന്ന പേരും വന്നത്. ലൈബ്രറി ഹാള് മുഴുവൻ പുസ്തകങ്ങളുടെ വായനശാലയുണ്ടേ, അവിടേക്ക് ചെല്ലും, പുസ്തകങ്ങൾ എടുത്ത് വായിക്കും. വായനയൊന്നും ഇങ്ങോട്ട് കയറുന്നില്ല. എത്രയൊക്കെ വായിച്ചിട്ടും അക്ഷരങ്ങളൊക്കെ ചിന്നിച്ചിതറി പോവുക. ഇവിടേക്ക് അങ്ങോട്ട് കയറി ഇരിക്കണ്ടേ, അക്ഷരങ്ങൾ എന്നെ കളിപ്പിക്കാൻ തുടങ്ങുക. ഇങ്ങനെ ഓരോന്നും പറക്കി പറക്കി വായിക്കുന്നുണ്ട്. എനിക്ക് രസകരമായിട്ടാ വരുന്നത്. പുസ്തകങ്ങൾ വായിച്ച ഒന്നും ഇങ്ങോട്ട് തലയിലോട്ട് കയറുന്നില്ല. പിന്നെ എല്ലാം അങ്ങ് അടച്ചു വെച്ച്. പിന്നെ സഞ്ചാരമായിരുന്നു, ക്ഷേത്രങ്ങള്, ഒത്തിരി ക്ഷേത്രങ്ങള്. അതും കൂട്ടുകൂടി പോയിട്ടുണ്ട്, ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. കൂട്ടുകൂടി പോകുന്ന എന്താന്ന് വെച്ചാൽ, ചില ആളുകളോട് കൂടി പോകുമ്പോ നമുക്ക് സന്തോഷം തോന്നും, അവര് ധൃതി വെക്കത്തില്ല. ചിലരുടെ കൂടെ പോകുമ്പോ ധൃതി വെക്കും. വീട്ടില് പശുവിനെ പിടിച്ച് കെട്ടണം, ആടിനെ പിടിച്ച് കെട്ടണം, അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്, അപ്പ കൊച്ചപ്പന്റെ വീട്ടിൽ പോണം, ഇങ്ങനെ പോണം, ഇങ്ങനെ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ഇച്ചിരി ആസ്വാദനം വേണം യാത്രകൾക്ക്. ഒറ്റയ്ക്ക് അങ്ങ് പോകും. ഏറ്റവും ബെസ്റ്റ് അത്. ഒറ്റയ്ക്ക് പോകുമ്പോ നമുക്ക് ആസ്വാദനം. പിന്നെ അപ്പാപ്പന്റെ പശുവിനെ ഒന്നും പിടിച്ച് കെട്ടണ്ട, എനിക്ക് പശുവിനെ പിടിച്ച് കെട്ടണ്ട, വീട്ടില് എന്റെ കാര്യത്തിൽ മാത്രം എനിക്ക് നോക്കിയാൽ മതി. പിന്നെ കൂടെ വരുന്നവർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കണ്ട, എനിക്ക് മാത്രം കഴിച്ചാൽ മതി. അങ്ങനെ. ഇപ്പൊ പക്ഷെ അതല്ല, എന്നെ സമരായിട്ടുള്ളവരെ എനിക്ക് കിട്ടി. അതെ, അത് നല്ലൊരു കാര്യമാണ്. നമ്മളുടെ ഇഷ്ടങ്ങളുടെ ഒപ്പം നിൽക്കുന്ന, ധൃതിയില്ലാത്തവര്. അപ്പൊ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും യാത്രകളൊക്കെ. വേറെ ആരുമല്ല, നന്ദിയും അമ്മയൊക്കെയാ. വെപ്രാളമില്ല അവർക്ക്. നന്ദിക്ക് ഒട്ടും വെപ്രാളമില്ല. അപ്പൊ അങ്ങനെ. അപ്പം ഈ പറഞ്ഞല്ലോ, കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് സാറുമാരും ടീച്ചർമാരും ക്ലാസ് എടുക്കുമ്പോൾ അതല്ല ശ്രദ്ധിക്കാറ്, അവരുടെ ഓരോ ശൈലികളും സംസാര രീതികൾ, നടപ്പ്, അങ്ങനത്തെ. അപ്പൊ ക്ലാസ്സിൽ ശ്രദ്ധിക്കാണ്ടിരിക്കുമ്പോ അവര് ചീത്ത പറയേ അങ്ങനെയൊക്കെ ഒന്നുമില്ല അല്ലെ? ക്ലാസ് അല്ല, കലാലയത്തില് ഞാനായിരുന്നു ക്ലാസ് ലീഡർ. അപ്പൊ ഓക്കെ, എല്ലാവർക്കും എന്നെ ഇഷ്ടമായിരുന്നു. പഠിക്കാൻ ഒട്ടും മടിയായൊരു, പഠിപ്പിൽ ഒട്ടും ഒന്നും അല്ലാതിരുന്ന എന്നെ അവിടുത്തെ പ്രധാന അധ്യാപിക, അതായത് ആ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന അധ്യാപകൻ
പ്രിൻസിപ്പൽ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡായിട്ട് മനസ്സിലായി മനസ്സിലായി. ആ പ്രൊഫസർ. നമ്മള് ഹെഡായിട്ട് വെച്ചേക്കുന്ന 1-2 അധ്യാപകരുണ്ട്. അതില് അദ്ദേഹം എന്നെ ഏറ്റവും ഇഷ്ടമായിരുന്നു. ഇഷ്ടല്ല, ഒരു ക്ലാസ്സിൽ സാമർഥ്യമുണ്ട് എന്ന് കരുതുന്ന കുട്ടികളെയാണല്ലോ ലീഡറായിട്ട് വെക്കുന്നത്. സ്കൂളല്ല, കലാലയത്തിലെ കുട്ടികളുടെ ഇടയിൽ നിന്ന് നോക്കുമ്പോൾ അവിടുത്തെ ഇത്തിരി സാമർത്ഥ്യക്കാരി ഞാനായിരുന്നു. അത് പെൺകുട്ടികളും ആൺകുട്ടികളും അത് ഒപ്പുവെച്ച കാര്യമാണ്. കാരണം പഠനത്തോടിനോടൊന്നും താല്പര്യം ഇല്ലെങ്കിൽ തന്നെ മിടുക്കിയായിരുന്നു. എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്ന, എന്നാ ബഹളക്കാരിയല്ല. സ്വഭാവം. അത് തന്നെ. എന്നോട് ഒരു ശാന്തത, അധികം ബഹളവും ഇല്ല, എന്നാ ബഹളക്കാരിയാണ്, തമാശകൾ പറയാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രകൃതമായിരുന്നു. അധ്യാപകര് എന്റെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ട് പറയായിരുന്നു ആർട്സ് കോളേജിൽ പോകണം. എന്നെ തന്നെ ഈ സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോകും. എന്നിട്ട് അവരുടേതായിട്ടുള്ള രീതി അവർ ഉപദേശിക്കും. അതായത് ചില അധ്യാപകർക്ക് ചില കുട്ടികളിൽ ഒരു സാധ്യത കാണും. അത് തന്നെ. അപ്പൊ ഉപദേശിക്കുക കുട്ടികളെ മാത്രം വിളിച്ചോണ്ട് വന്ന് കൊണ്ടുപോകും. എപ്പോഴും എനിക്ക് അങ്ങനെ റൂമിൽ കയറാനുള്ള വിധിക്കപ്പെട്ട ഒരു ആളായിരുന്നു. പുസ്തകം വായിക്കത്തുള്ള ഒന്നാമത് തരം എന്റെ മാർക്കൊക്കെ 6, 3, 2, 1 ഒക്കെ. അവിടെ പഠിക്കുന്ന കുട്ടികൾ വേറെയുണ്ട്. 50 മാർക്ക് വാങ്ങിക്കുന്ന കുട്ടി ഉണ്ടായാലും എന്നെ പ്രത്യേകം വിളിച്ചോണ്ട് പോകും. എന്റെ മാർക്കൊക്കെ 3, 2, 1. അപ്പൊ മിക്കപ്പോഴും എനിക്കവിടെ സ്പെഷ്യൽ പരിഗണന കിട്ടിയിരുന്നു, വേറെ ആർക്കും കിട്ടാത്തതുപോലെ. എന്താന്ന് വെച്ചാ ഒന്നാമത് അവരൊക്കെ ഈ കുട്ടികളും ഇവരെല്ലാരും കൂടെ എന്നെ ലീഡർ ആക്കിയത്. പഠിക്കുന്ന കുട്ടികളുണ്ട്, 1ാം സ്ഥാനത്തിന് അർഹരായിട്ടിരിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷെ എന്തോ അവർക്ക് ടീച്ചർമാരല്ലേ, അവർക്കൊരു ഇത് തോന്നിയിട്ടുണ്ടാവും, എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സംഭവേ. അതെന്ന് വെച്ചാൽ കുട്ടികള് കിടന്ന് അലയ്ക്കുമ്പോഴൊക്കെ ഞാൻ അവരോട് കുട്ടികളെ എന്നൊക്കെ പറയുന്നൊക്കെ അവരൊക്കെ കേട്ടിട്ടുണ്ട്. ഒച്ച വയ്ക്കാതിരിക്കാൻ പറയും. പിന്നെ അവിടെയൊക്കെ എല്ലാം നോക്കി കണ്ടൊക്കെ ചെയ്യും. അത് മൗനിയായിട്ട് നിന്ന് ചെയ്യും. ഞാൻ മാത്രമാണല്ലോ ഇവിടെ ചെയ്യുന്നത്, നിങ്ങളൊക്കെ എന്താ ചെയ്യാത്തത് എന്നൊന്നും ഞാൻ പറയാറില്ലായിരുന്നു. അതാണ് ഇഷ്ടം, എല്ലാവർക്കും ഇഷ്ടാവും അങ്ങനെ. അതായത് എല്ലാരും നോക്കുമ്പോ ഞാൻ ആരെയും നിർബന്ധിപ്പിച്ചൊന്നും ചെയ്യിപ്പിക്കുന്നില്ല. അവരൊക്കെ അതാ നോക്കുന്നത്. ആരെയും ഒന്നും നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കുന്നില്ല, സ്വന്തമായിട്ട് എല്ലാം അങ്ങ് ചെയ്യുന്നു. അപ്പൊ അവര് നോക്കുമ്പോ കൊള്ളാമല്ലോ. അങ്ങനൊക്കെ. പിന്നെ ഈ പറഞ്ഞതുപോലെ അധ്യാപകർക്ക് ഇഷ്ടമായിരുന്നു. അവർക്ക് ഈ ചിത്രം വരയ്ക്കുന്നത്, പിന്നെ ഈ പ്രധാന സ്ഥാനത്ത് നിന്നും എല്ലാം ക്ലിയർ ആക്കി എല്ലാം ചെയ്യുന്നത്, പിന്നെ ഈ NSS ക്യാമ്പ് എന്ന് പറയുന്ന ഒന്നുണ്ട്. അവിടെ പോകുമ്പോ ഭക്ഷണമൊക്കെ വിളമ്പാനായിട്ടൊക്കെ അതൊക്കെ എല്ലാം നല്ല രീതിയിലൊക്കെ ചെയ്യുന്നു. ഇവരെല്ലാം ഇത് കാണുകയല്ലേ. അധ്യാപകരെ നമ്മള് ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാ രീതിയിലും. അപ്പൊ അതെല്ലാം നോക്കുമ്പോ എന്നെ ഒരു മിടുക്കത്തിയായിട്ട് തോന്നിയിരിക്കണം. എനിക്കറിയില്ല, അധ്യാപകർക്ക് കണ്ടുപിടിക്കാൻ പറ്റും നല്ല മക്കളെ. എന്നാ ചില അധ്യാപകർ ചെയ്യുന്ന നല്ല വഴക്കും കിട്ടി. ഇപ്പൊ ഇത് അമ്മ വരച്ച ചിത്രം ഇന്ന് രാവിലെ വരച്ചതാണ് അല്ലേ? ഇതല്ല പൊന്നു, വേറെ എണ്ണം ഉണ്ടല്ലോ ഇന്ന് വരച്ചത് അല്ലേ? ഇത് എന്ത് രസായിരിക്കണം ശരിക്ക്. സൂപ്പർ ആയിട്ട് എന്താ. ഇത് അതുപോലെ അമ്മ ഓരോ പടം വരച്ചു കഴിയുമ്പോൾ അതിന്റെ മുകളിൽ അമ്മയുടെ പേര് ഗുരു ദിവ്യ നാഗ സൈരന്ദ്രി ദേവി. ആ എഴുത്തിന്റെ ആ ഒരു കൈയക്ഷരത്തിന്റെ ഭംഗി. ഈ എഴുത്തെന്ന് പറയുന്നത്
എഴുതാനൊക്കെ ചുവരെഴുത്തിന് പോയിട്ടുണ്ട്. ഞാൻ ചെയ്യാത്ത പണിയൊന്നുമില്ല. ഇത് ഗുരു ദിവ്യ നാഗ സൈരന്തി ദേവി എഴുത്ത്, അതായത് ഇങ്ങനെയുള്ള പല മോഡലിൽ എഴുതുന്നു. ഇതിനെ തിരിച്ചിങ്ങനെ ആക്കും, എഴുതും. പിന്നെ ഇത് ഉരുട്ടി എഴുതും. പിന്നെ ഇത് ഇങ്ങനെ ആർക്കും വായിക്കാൻ പറ്റാത്ത പോലെ ഡോക്ടർമാരുടെ എഴുതുപോലെ എഴുതും. എഴുത്ത് പല രീതിയിൽ ഞാൻ എഴുതും. അതുകൊണ്ട് അത് ഈ വരയ്ക്കാൻ കഴിയണവർക്കൊക്കെ പല മോഡലിൽ. അപ്പൊ ഇത് നാഗയുടെ എഴുത്താണ് എന്ന് ആർക്കും മനസ്സിലാകാൻ പറ്റത്തില്ല. കാരണം എന്റെ എഴുത്താന്ന് കണ്ടുപിടിക്കാൻ ആർക്കും പറ്റത്തില്ല ഏതാണ് ഇതിലെന്ന്. ശരിയാ. ഇനി വേറൊരു മോഡലിൽ അടുത്തതിൽ എഴുതിയ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ നാഗാദേവിയുടെ ആണോ എല്ലാരും? അപ്പൊ എല്ലാരും പറയും ഇത് നാഗാദേവിയുടെ ആണല്ലോ. അപ്പൊ വേറെ കുറെ പേര് അല്ല നാഗാദേവിയുടെ ഇങ്ങനെയല്ല ഉരുണ്ടിട്ടാ അറിയില്ല. അപ്പൊ ഇങ്ങനെ പല രീതിയില് ഞാൻ പറഞ്ഞല്ലോ കുട്ടി, ഞാനൊരു എഴുത്തിന്റെ ലോകത്തിലുമായിരുന്നു. ഇപ്പോഴല്ലേ യൂട്യൂബ് ചാനലിലേക്കൂടെ ഈ സാഹിത്യ രംഗത്തും സജീവ സാന്നിധ്യമായിട്ട് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അവിടെ ഒരുപാട് ആളുകള് ഉണ്ട്. പക്ഷെ എന്തോ യൂട്യൂബിലേക്ക് വന്നപ്പോഴത്തേന് അവർക്കൊക്കെ ഇപ്പൊ കോളേജില് കുട്ടികൾക്കായാലും സാഹിത്യ രംഗത്തുള്ളവരായാലും നേരത്തെ സജീവമായിട്ട് എന്നോട് സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്തിരുന്നവര് എന്ത് ചെയ്യുന്നു, അവരുടെ പൊടി പോലും കാണുന്നില്ല. എല്ലാവരും എന്നെ അത്ഭുത ജീവിയെ പോലെയാ കാണുന്നത്. ഇപ്പൊ എന്റെ അരികിലേക്ക് വരുന്നവര് മൊത്തം ആത്മീയ തലത്തിലുള്ളവരാ. എനിക്കതാ ഇഷ്ടം. എനിക്കത് മതി. അവർക്ക് മാത്രമേ നമ്മളെ തിരിച്ചറിയാൻ കഴിയുള്ളൂ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അവർക്കേ പറ്റുള്ളൂ. ഞാൻ പറയുന്ന ഭാഷയും അവർക്കേ പറ്റുള്ളൂ. സാധാരണ മനുഷ്യനൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. മനുഷ്യർ പറയുന്ന എന്റെ ഭാഷ അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതുപോലെ സെയിം അവരൊക്കെ എന്താ. അമ്മ ഇതിപ്പോ പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നേ. കുറച്ച് ദിവസമായിട്ട് ഞാൻ അമ്മയുടെ വീഡിയോസ് ഇപ്പൊ ഈ അടുത്താണ് കണ്ടു തുടങ്ങിയത്. അപ്പൊ എനിക്ക് എന്തോ ഒരു പ്രത്യേകമായിട്ട് ഇങ്ങനെ കാണണം, ഇതെന്താ അമ്മേനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നൊക്കെ ഭയങ്കര ആശ തോന്നി. അപ്പൊ അതില് ഞാനൊരു ശ്രദ്ധിച്ചൊരു കാര്യം, അമ്മ ഇങ്ങനെ ഈ ലൈവില് വരുമ്പോ ചില ആളുകളുണ്ടല്ലോ, ഈ എന്താ പറയാ എവിടെയും വിഷം വിതയ്ക്കണ കുറച്ച് ആൾക്കാര്, അവര് അമ്മോട് നെഗറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് കേൾക്കുമ്പോ സങ്കടം തോന്നുന്ന പോലെയുള്ള കാര്യങ്ങളാവും അമ്മോട് ചോദിക്കുന്നുണ്ടാവുക, ഒരു സ്ത്രീ എന്നുള്ള ഒരു പരിഗണന കൊടുക്കാതെ. അപ്പൊ അമ്മ അവർക്ക് കൊടുക്കുന്ന ഒരു മറുപടി, അതായത് പച്ചയ്ക്ക് തന്നെ തെറി എന്ന് പറയാ വേണമെങ്കിൽ, ആ ഒരു വാക്കോട് കൂടി. അപ്പൊ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്കുള്ള ഒരു ആത്മരോക്ഷം ഞാൻ മനസ്സിലാക്കി, അങ്ങനെ വേണം അവന് ഈ മറുപടി എന്നെ കറക്റ്റ്, അങ്ങനെ ഞാൻ ഉള്ളിൽ വിചാരിക്കാറുണ്ട്. അപ്പൊ എന്നിട്ട് അതിന്റെ ഇടയിൽ ഇടയ്ക്ക് വരെ കമന്റുകൾ ചിലർ പറയാ, ഇത്രയും ഉയർന്ന ഒരു ആത്മീയതയിലിരിക്കുന്ന അമ്മ എന്തിനാ ഇങ്ങനെ മോശം വാക്ക് പറയണെന്ന് പറഞ്ഞിട്ട് കമന്റ് ഒക്കെ വരാറുണ്ട്. അപ്പൊ അമ്മ എന്താണ് അതിനെ നോക്കി കാണുന്നത്? അവര് നല്ല തെറി വിളിക്കും. മോശം വാക്ക് എന്തിനാ ഉപയോഗിക്കുന്നത് എന്ന് പറയുമ്പോ തെറി വിളിക്കും അവര്. കാരണം അത്രയും നേരം ഞാൻ അടങ്ങി ഒതുങ്ങി ഇരുന്ന് എന്നെ കുത്തി കുത്തി പറയും മോശം വാക്ക് എന്തിനാ പറയുന്ന. കാരണം അവരെ ഞാൻ പറയുന്നില്ല, തെറി പറയുന്നില്ല, എന്നിട്ട് തന്നെ പറയുക തെറി എന്തിനാ പറയുന്നത് ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യണം? നല്ല തെറി ഇട്ട് ഇങ്ങോട്ട് കൊടുക്കും. അല്ല മോനെ, അത് എനിക്ക് നല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എല്ലാ രീതിയിലും വർത്തമാനം പറയുന്ന ഒരാളാ. മൗനിയുടെ അടുത്ത് ചെല്ലുമ്പോ മൗനമായിട്ട് തന്നെ ഇരിക്കും. തീർച്ചയായിട്ടും പാണ്ഡിത്യം പറയുന്നവരോടൊപ്പം ഒന്നും കൂടുമ്പോ ഹൈ പോസിറ്റീവ് ഹൈ ലെവൽ പാണ്ഡിത്യം. പക്ക നെഗറ്റീവ് പറയുന്നവരുടെ അടുത്ത് ചെല്ലുമ്പോഴേ അവരെക്കാളും പൊങ്ങാനേ ഞാൻ നോക്കത്തുള്ളൂ. നെഗറ്റീവ് പറഞ്ഞ് അവരെ കൊല്ലും, വധിക്കും ഞാൻ. എനിക്കതേ പറ്റുള്ളൂ കുട്ടി. അല്ലാതെ നെഗറ്റീവ് പറയുന്നവരുടെ അടുത്ത് നിന്ന് പോസിറ്റീവ് പറഞ്ഞിട്ട് ഭക്ത വത്സ എനിക്ക് ഞാനിത് അനുഗ്രഹം ചൊരിയുന്നു എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പച്ചത്തേക്ക് തരൂ. പക്ഷെ ഇത്ര നേരമായിട്ട് നമ്മൾ എന്തെങ്കിലും തീർച്ചയായിട്ടും ഞാനത് പറഞ്ഞു. അങ്ങനെ വേണമെങ്കിൽ നമ്മൾ ഈ ഭാഷാ പ്രയോഗങ്ങളും തെറിയായിട്ട് അങ്ങോട്ട് നമ്മൾ രണ്ടുപേരും പറയുന്നത് പച്ചത്തെറിയാ. അവളിരുന്നോട്ടോ, കുഴപ്പമില്ല. അവളെ കൂടുതൽ അവള്
ഇങ്ങോട്ട് ഇവരെ ഒന്നും കടത്തത്തില്ലായിരുന്നു മക്കളെ. അല്ലേ? അതിപ്പോ എന്താ അതായത് വന്നാവോ? ഇത് ഇങ്ങനെ ഇട്ടേക്കുന്നത്. നമ്മുടെ വീട്ടിലുണ്ട് ഇങ്ങനത്തെ 2 പേരെ. അപ്പൊ അതിന്റെ മണം അങ്ങനെ വന്നാവോ? ഇവള് ഇതിന്റെ ദേവിയുടെ മുകളിലായിരുന്നു. അത് ശരി. ദേവിയുടെ മുകളിലാ ഇവരെല്ലാരും തന്നെ. അമ്മ ഇതെങ്ങനെ എത്ര നാളായി ഇങ്ങനെ ഒരു പ്രതിമ ഈ ശില്പം ചെയ്തിട്ട്? കൊറേ വർഷായാ? ഇത് വർഷങ്ങളെടുത്ത് എനിക്ക് പെട്ടെന്ന് നിഷ്പ്രയാസം പണിയാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് ആ സമയത്ത് എന്റെ ശാരീരികമായിട്ട് എനിക്കിത്തിരി വയ്യായ്മയൊക്കെ വന്നു. അപ്പോഴേ മക്കളെ അവളെ അങ്ങോട്ടൊന്നും മാറ്റിയായിരുന്നു. അപ്പക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യേണ്ടി വന്നു. ഞാൻ അങ്ങോട്ട് മാറ്റാം വന്നതല്ലേ? ഞാനാണെങ്കിൽ ചോറ് പോലും നന്നായിട്ട് കൊടുക്കത്തില്ല. എന്നാലും രണ്ടുപേരും എപ്പോഴും എൻ്റെ അടുത്ത്. ഇത് മണ്ണാണോ? മണ്ണുകൊണ്ട് ഉണ്ടാക്കിക്കുന്നത്? ഇതിനകത്ത് മുഴുവൻ മണ്ണും ചെളിയും ചീനിക്കമ്പും മടലും തുണിയും ചിരട്ടയും പിന്നെ പൊട്ടി കഷ്ണങ്ങള്, കല്ല്, സിമെന്റ് കഷ്ണങ്ങളും ഒക്കെ മണ്ണാണ്. ഇവിടുത്തെ ഈ മണ്ണ് മനസ്സിലായി. ചെളിയും അതും ഇതുമല്ല. പിന്നെ അതിന്റെ മുകളില് നൈസായിട്ട് പാറപ്പൊടിയും സിമെന്റും കുഴച്ച് ഫിനിഷിങ് വരുത്താൻ വേണ്ടിട്ട്. പക്ഷെ ഇത് വെറും ശില്പമല്ലേ. മോള് ഇതിന്റെ അടുത്ത് നിന്നിട്ട് എനിക്ക് കാണണം, എനിക്ക് കണ്ടേ തീരുള്ളൂ, എനിക്ക് ഒന്നറിയണം, കാണണമെന്ന് ഒന്ന് പറഞ്ഞു നോക്കിയേ. മോളെ കാട്ടിത്തരും ആ രൂപം. ശക്തിയുണ്ട് ഇപ്പൊ. ആ ശിവലിംഗത്തിനും ഭയങ്കര ശക്തിയാ. അമ്മ ചെയ്തത് തന്നെയാണോ അത് ശിവലിംഗം? അത് മുഴുവൻ എന്റെ കണ്ണീര്. കാര്യമൊന്നുമില്ലാതെ, ഒരു കാരണമില്ലാതെ, ചിലപ്പം കാര്യം ഉണ്ടെന്ന് എന്തൊക്കെയോ ധരിച്ച് ഞാൻ അവിടെ കിടന്ന് പൊട്ടിക്കരയാറുണ്ട്. മൊത്തം കണ്ണുനീരാ. അതാ അദ്ദേഹത്തിന് വന്നു. അതില് എന്നെ ദർശനം കാട്ടിയിട്ടുണ്ട്. അതുപോലെ ഈ ശില്പം ഞാൻ പറഞ്ഞു എനിക്ക് കണ്ടേ പറ്റുള്ളൂ. പണിതിട്ടപ്പോ എനിക്കൊന്ന് കാണണമല്ലോ. ഞാൻ വിചാരിച്ചില്ല എന്നെ ഇങ്ങനെ കാട്ടിത്തരുമെന്ന്. ഭയന്ന് പോയി ഞാൻ. ദർശനത്തിൽ വന്ന് വലിയ തലയുള്ള സർപ്പവും, പിന്നെ വന്നത് ഇത് പെൺരൂപമല്ലേ, പക്ഷെ അവിടെ വന്നത് ആ സർപ്പരൂപം ഇങ്ങനെ മാഞ്ഞു പോയിട്ട് ആ കളറ് കണ്ടേക്കുട്ട, നീല കളറ്. ആ നീല വർണ്ണമുള്ളൊരു മനുഷ്യൻ. ആ കൃഷ്ണമണിയും ആ കറുത്ത കൃഷ്ണമണിയും ഈ വെള്ള, നമ്മുടെ ഈ കണ്ണിന്റെ വെള്ള വരെ കാണാൻ പറ്റും. ആ വസ്തുവിലാം പുരയിടത്തില് അത് ഇങ്ങനെ വന്ന് നിന്ന് കുറേ നേരം എന്നെ ആദ്യം സർപ്പ കാട്ടിയത്. എനിക്കത് കണ്ടിരിക്കാൻ പറ്റിയില്ല. തിളങ്ങുന്ന ആ സർപ്പത്തിന്റെ ഈ ഭാഗമൊക്കെ ഇങ്ങ് തിളക്കുക. അപ്പൊ എനിക്കത് കൂടുതൽ കണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിങ്ങനെ തൊഴുത്, എനിക്ക് ഓടണോ ചാടണോ, ഇങ്ങോട്ടൊന്നും ഓടാനും ചാടാനും ഒന്നും പറ്റൂല. അവിടെ നിന്ന് ഞാനിങ്ങനെ നമസ്കരിച്ച് എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഈ രൂപം കാണാം, എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോ ആ രൂപം മെല്ലെ മാറിയിട്ടാണ് ഈ മനുഷ്യന്റെ രൂപത്തില് നല്ല കറുകറുത്ത കൃഷ്ണമണികളും വെളുത്ത ഈ ഇതിനെന്താ പറയാ, അല്ല ഈ കണ്ണിന്റെ വെള്ളയ്ക്ക് എന്തോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നില്ല. അതുമായിട്ട് ഇങ്ങനെ എന്നെ തന്നെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. നല്ല നീല വർണ്ണത്തില് മുടിയൊക്കെ ഇത്ര വിഷ്ണുവും പ്രത്യക്ഷപ്പെട്ടു. പക്ഷെ ഇതൊക്കെ ഞാൻ പുറമെ ഞാൻ മഹായുക്തിവാദി നിരീശ്വരവാദി ആയിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ ഇതൊക്കെ ഞാൻ പുറത്ത് പറയുമ്പോൾ ആളുകൾ പറയുന്നത് എനിക്ക് ഭ്രാന്താണെന്ന്.
എങ്ങനെ ഞാൻ ഇതൊക്കെ പറഞ്ഞ അവരെ ധരിപ്പിക്കുക എന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ പറയും, വരുന്നവരോടൊക്കെ പറയും, ഈ ശില്പത്തിന്റെ മുന്നേ നിന്നിട്ട് നിങ്ങൾ അങ്ങനെയൊന്ന് പറഞ്ഞിട്ട് പൊക്കോളാൻ പറയും. പൊക്കോ, നിങ്ങൾ പൊയ്ക്കോ, നിങ്ങൾ കാട്ടിത്തരുമെന്ന് പറയും. ചിലപ്പോ പെണ്ണിന്റെ രൂപമായിരിക്കും, വിഷ്ണുവിന്റെ രൂപമായിരിക്കും. ഞാൻ എന്തൊക്കെ ആഗ്രഹിച്ചോ, എനിക്ക് കാണണമെന്ന് പറഞ്ഞോ, അതല്ല എനിക്ക് കാട്ടിത്തന്ന്. ക്രിസ്തുവിനെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഈ ധിക്കാരിയായിരുന്നു, യുക്തിവാദിയായിരുന്നു. യുക്തിവാദികൾക്ക് കൂടുതൽ സോക്കേടുള്ളതേ. അപ്പൊ ഞാൻ പറയും, എനിക്ക് ക്രിസ്തുവിനെ കാണണം, കാട്ടിത്തന്നു. ഈ ദൈവങ്ങളെ എല്ലാം എനിക്ക് കാണണം. എല്ലാത്തിനും ഞാൻ കാട്ടിത്തന്നപ്പോ ഞാൻ എന്ത് ചെയ്തു, അവരെയൊക്കെ പിടിച്ച് കൂട്ടുകാരാക്കിയാണ്. എല്ലാവരെയും കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. കൃഷ്ണനുണ്ട്, ഗണപതിയുണ്ട്, ശിവനുണ്ട്, ദേവിയുണ്ട്. യേശുണ്ട്. യേശു താഴെപ്പുറത്തിരിപ്പുണ്ട്, അവിടെ എവിടെയോ കിടപ്പുണ്ട്. പുറമ്പോക്കല്ല, അത് പുറമ്പോക്കാണ്, അത് ഭൂമിയല്ലേ, താഴെ വെച്ചിട്ടുണ്ട്. ഇത് 3 തുണ്ടാ, 3 പേരുണ്ട്. ഈ ശില്പത്തിന്റെ പേരെന്താന്നറിയാം? സുൽത്താന ദേവി, യേശാദേവി, ശില്പിനി ദേവി. 3 കൂട്ടരും ഇവിടെ വരാറുണ്ട്. സർവറാ വരും 3 കൂട്ടരും. അപ്പോഴേ അവര് എന്ന് എനിക്കറിയില്ല, എൻ്റെ കാഴ്ചപ്പാടിൽ എല്ലാവരും ദേഹങ്ങളാണ്, രൂപങ്ങൾ, ദേഹങ്ങൾ. അവര് വന്നാണ് നമ്മളോട് ഇങ്ങോട്ട് പറയുന്നത്, ഞാൻ പള്ളിയിൽ പോകുന്ന ആളാണ്, ഞാൻ അമ്പലത്തിൽ പോകുന്ന ആളാണ് എന്നൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു 3 പേർക്കും ഒരു സന്തോഷ സമാധാനമൊക്കെ കൊടുക്കാവുന്ന. എല്ലാവർക്കും സമാധാനം ഇരിക്കട്ടെ. ഈ കോളേജിൽ പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീടാണ് ഈ അമ്പലങ്ങളിലേക്ക് പര്യടനങ്ങളും അമ്പലങ്ങളിലേക്ക് പോകലും അങ്ങനത്തെയൊക്കെ എനിക്ക് മനസ്സ് വന്നത് അല്ലേ? ഞാൻ പറഞ്ഞല്ലോ കുട്ടി, എനിക്ക് ദൈവത്തോടൊന്നും അത്ര വലിയ വിശ്വാസമൊന്നും ഉള്ള ആളൊന്നും അല്ലായിരുന്നു. ഇഷ്ടമുള്ള ആളല്ല. കുട്ടിക്കാലത്ത് ഭയങ്കരമായിട്ട് അമ്പലവാസിയായിരുന്നേ. പിന്നെ വന്നപ്പോ ഈ യൗവത്വം, കൗമാരം കഴിഞ്ഞ് യൗവനമൊക്കെ വരുമ്പോ ഒരു എല്ലാത്തിനോടും എതിർപ്പുള്ള പ്രായമാണല്ലോ. എന്തോ നമ്മൾ വലിയ ആളാണ്, വേറെ അല്ല, ഈ ഭൂമിയിലുള്ള എല്ലാം ഒന്നുമല്ല, ഞാനാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ എനിക്ക് എല്ലാത്തിനോടും അറിയണമെന്നൊരു ജിജ്ഞാസ, ആഗ്രഹം, അതികഠിനമായ ആഗ്രഹം, ജിജ്ഞാസ, ത്വര എന്നൊക്കെ പറയും, അറിയാനുള്ള ആഗ്രഹം. അപ്പൊ അത് കൂടുതൽ അറിഞ്ഞ് ഇങ്ങനെ അറിഞ്ഞ് വന്ന് ഈ മനുഷ്യന്മാരെല്ലാം എന്നെ പിടിച്ചങ്ങ് ദൈവമാക്കി. എൻ്റെ ഓരോ വീഡിയോ എടുത്തോണ്ട് പോയിട്ട് ദൈവം എന്നുള്ള ഹെഡിങ്ങും കൊടുത്തു. ഞാൻ പോലും അറിയാതെ. ഈ പേര് അമ്മയ്ക്ക് ഇപ്പൊ ഈ പേരിട്ടത്, അതായത് ഞാൻ ദൈവത്തെ അറിയാൻ പോയി ലാസ്റ്റ് ഞാൻ മൗനിയായി തീർന്നു. എനിക്ക് പിന്നെ എന്തോ പറയണമെന്ന് അറിയത്തില്ല. കാരണം ഈശ്വരനെ അറിയാൻ പോയി പിന്നെ ഞാൻ തന്നെയാണ് എന്നെ അറിയുന്നതെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. തത്വമസി. കാരണം ഞാൻ ഈശ്വരനെ അറിയാൻ പോയതാ. അറിയാൻ പോയി ചേട്ടാ, ഞാനിത് എങ്ങോട്ടായി പോകുന്നത്? ഞാൻ പോകുന്നത് മൊത്തം ഇപ്പൊ ഞാനാണല്ലോ. എനിക്ക് എന്നെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. എവിടെ നോക്കിയാലും പശുവിന്റെ കണ്ണിലോട്ട് നോക്കിയാലും ആ കണ്ണിലും എൻ്റെ രൂപമാണ് കാണുന്നത്. ഈ കുട്ടിയുടെ ഈ മുഖത്തേക്ക് നോക്കിയാലും ഈ കണ്ണിലും കാണുന്നു എൻ്റെതാ. ഇവിടെയും ഞാനാ, അവിടെയും ഞാനാ, ഇവിടെയും ഞാനാ, എല്ലായിടത്തും ഞാനാ. അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടും. അതുപോലെ തന്നെ ഞാൻ ഓരോ പ്രവൃത്തി ഞാൻ പ്രവർത്തിക്കുമ്പോഴും എനിക്ക് ഇത് എൻ്റെ കൂട്ടാണല്ലോ, കൈയും കാലും ഒക്കെ എന്നെ പോലെ ചലിക്കുന്നത്. ഇത് തമ്മിൽ എന്ത് വ്യത്യാസം? അവിടെ ആ കൈ ഇങ്ങനെ പൊക്കുമ്പോൾ ഞാൻ ചിലപ്പോ ഇവിടുന്ന് ഇങ്ങനെ പൊക്കുന്നതേ ഉണ്ടാവുള്ളൂ. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. എല്ലായിടത്തും എനിക്ക് എന്നെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. പിന്നെ എനിക്ക് ഒന്നും അറിയാനൊന്നും തോന്നിയില്ല. പിന്നെ ഇങ്ങനെ ആയിരുന്നു കുറേ നാള് ഇങ്ങനെ ഇരുന്ന് എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ ജട പിടിച്ച്, ഇവിടെയൊക്കെ തൊലിയൊക്കെ ഇളകാൻ തുടങ്ങി, കാലൊക്കെ വിണ്ടി കീറി, നഖമൊക്കെ പോയി മുഴുവൻ.
ശ്രദ്ധിക്കാണ്ട് സ്വയം ശ്രദ്ധിക്കണില്ല. അതായത് ദേഹത്തെ ശ്രദ്ധിക്കാതിരുന്നു ഇത് കഴിയുമ്പോഴേ നമ്മുടെ ശരീരത്തില് ഇപ്പൊ ഒരു ലെവലുണ്ട്. ലെവല് കഴിയുമ്പോ നമ്മുടെ ശരീരമൊക്കെ ഒരുമാതിരിയാവും. നമ്മള് കാളിദാസൻ അതേപോലെ ഒരു അവധൂത ലെവലിലെത്തുമ്പോ നമ്മുടെ ശരീരത്തിനെ പറ്റിയുള്ള ബോധം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് സംഭവിക്കും. അപ്പൊ പിന്നെ പല്ലെല്ലാം കൊഴിഞ്ഞ്, പല്ലിലൊന്നും ശ്രദ്ധ കൊടുക്കുന്നില്ല, പല്ല് തേക്കുന്നില്ല, നമ്മള് നോക്കണില്ല. കണ്ണ് വിടർന്ന കണ്ണുകളായിരുന്നു. കണ്ണൊക്കെ ഇങ്ങനെ കുഞ്ഞാന കണ്ണ് പോലെയായി. കാരണം നേരത്തെ കണ്ണൊക്കെ ഇങ്ങനെ വെച്ച് ഭയങ്കര എന്തോ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ വലിയ സുന്ദരിയാണ്, ലോകൈക സുന്ദരി. പ്രത്യേകിച്ച് ഈ സുന്ദരി എന്നുള്ള എല്ലാരും വിളിച്ച് എന്തോ ദേഹത്തിലും നല്ല വടിവത്ത ദേഹമാണെന്ന് പറയുന്നു പുരുഷന്മാരും സ്ത്രീകളും. കുട്ടി പഠിക്കുമ്പോഴൊക്കെ അപ്പൊ നല്ല ഭംഗിയുള്ള അതൊക്കെ കേട്ട് എന്താ അഹങ്കാരത്തിന്റെ പർവ്വതത്തിന്റെ മണ്ടയ്ക്ക് കയറിയിരുന്ന ഞാൻ പിന്നെ പല്ലും പോയി, മുടിയും ചെട പിടിച്ച്, കാലിൽ വിണ്ട് കീറി, നഖവും ഇല്ലാണ്ടായി, കണ്ണൊക്കെ കുഞ്ഞതായി, വിടർന്ന കണ്ണ് ഇങ്ങനെയായി, പല്ലൊക്കെ ആണ്ട് മക്കളാണ്ട് ഇതെല്ലാം ആടിയിരിക്കും. ഇവിടുന്ന് 2 പല്ലു വിളകി, മൂക്കൊക്കെ ഇത്തിരിയെങ്കിലും ഒരു നീളം ഉണ്ടായിരുന്നു. പിന്നെ മൂക്കൊന്നും ഇങ്ങനെ പിടിക്കാതിരുന്ന് പരന്ന മൂക്കായി. ചുണ്ടൊക്കെ വീട്ടിലെ അച്ഛനും അമ്മയും ഒന്നും ഇടപെട്ടില്ലയോ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ ചികിത്സിക്കാനോ? മോനെ ഇത് ചികിത്സയല്ലല്ലോ, ഇതിന് വേണ്ടുന്ന ചികിത്സയല്ല, ഇച്ചിരി മനസമാധാനം കൊടുക്കുക വേണ്ടത്. അതാണ് ഏറ്റവും വലിയ ചികിത്സ. അല്ലാതെ മരുന്ന് കൊണ്ടൊന്നും പറ്റത്തതൊന്നുമില്ല. മരുന്നല്ല അവിടെ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി എനിക്കറിയാം ഞാൻ ഇങ്ങനെ പോകുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ അതേ ലെവലിലുള്ളവർ ഇവിടെ എത്തും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി ഒരു ഇടം ഇങ്ങനെ തരുമോ, നിങ്ങളോടൊപ്പം ഒന്നും ഞാൻ കൂടുന്നില്ലെന്ന് പറഞ്ഞ് എനിക്ക് പറ്റുന്നില്ല, ബന്ധങ്ങളിലേക്ക് പോകാൻ കഴിയാതെയായി. അതൊന്നും എൻ്റെ ബന്ധങ്ങളല്ലെന്ന് എനിക്ക് തന്നെ തിരിച്ച് അറിഞ്ഞു തുടങ്ങി. ബന്ധങ്ങളല്ല, മാതാപിതാക്കളൊക്കെ ഉണ്ട്, പക്ഷെ അവരൊക്കെ ഇണ ചേരുന്നു, കുട്ടികളാവുന്നു. അതിനപ്പുറം അവർക്ക് ഈ ദേഹത്തിൽ യാതൊരു അവകാശമോ ഒന്നുമില്ല എന്നുള്ള സ്വയം തിരിച്ചറിവുണ്ടായി. അച്ഛനമ്മ ഒരു സ്ത്രീയും പുരുഷനും ഇണ ചേരുന്നു, കുട്ടികളുണ്ടാകുന്നു, അത്രയേ ഉള്ളൂ അവരുടെ ഇത്. പിന്നെ അവർക്ക് ഒരു രീതിയിൽ ഇവരെ സംരക്ഷിക്കാൻ അവർക്കത് പറഞ്ഞിട്ടില്ല. അവര് സ്വതന്ത്രരാണ്, അവരെ സ്വതന്ത്രരാക്കി വിടണം. ഇന്നത്തെ കുട്ടികൾക്കൊക്കെ ആ ഒരു ബോധമില്ല, അച്ഛനും അമ്മമാർക്കും ഇല്ല. അവര് കുട്ടികൾ പിള്ളേരെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക. പിള്ളേരെ കെട്ടിപ്പിടിച്ചിരിക്കും തോറും അവരുടെ സ്വാതന്ത്ര്യം പോവുക, വഷളാവും. അവര് ഇല്ലായ്മയായി വരുക. മാതാപിതാക്കൾ ഉരുകി അവര് ഇല്ലാണ്ടാവുക. മനസ്സിലായോ? ഇതൊരു വലിയൊരു സത്യ ഇപ്പൊ ഈ പറഞ്ഞത് അമ്മ. അതായത് മക്കള് ആയി കഴിഞ്ഞാൽ പിന്നെ അവര് വളരുന്നതും നടക്കുമ്പോ വീഴോ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് വലിയ ഒരു 20 വയസ്സ് 25 വയസ്സായാലും നമ്മള് അയ്യോ അവന് അങ്ങനെ അല്ലെങ്കിൽ മോൾക്ക് ഇങ്ങനെ കല്യാണം കഴിപ്പിക്കണം, അങ്ങനെ എല്ലാം അവരെ സ്വതന്ത്രരായിട്ട് വിടുന്നില്ല. അങ്ങനെ കൂടെ അമ്മ കോഴി കുട്ടികളെ ഇങ്ങനെ കൊണ്ടു നടക്കണ പോലെ. ഇത് ഏറ്റവും കൂടുതൽ ഇത്രയും സ്വാർത്ഥമതേ ഈ ചാച്ചൻ അമ്മ, അതായത് ചാച്ചൻ അമ്മ എന്ന് ഞാൻ എൻ്റെ ഭാഷ പ്രയോഗമാണ്. അച്ഛൻ അമ്മ, അതിൽ ഏറ്റവും കൂടുതൽ സ്വാർത്ഥത എന്ന് പറയുന്നത് ഈ സ്ത്രീകൾക്കാ. അവരാണ് ശ്രദ്ധിക്കേണ്ടത്. അവരാണ് എപ്പോഴും പ്രസവത്തിന്റെ കണക്കും ഇങ്ങനെ ചുവന്ന കണക്കും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മോള് എൻ്റെ മോന്. അത് ശരിക്കും പറഞ്ഞാൽ ആ സാധനങ്ങളെയും കൊണ്ട് നമ്മൾ വെറുതെ വിട്ടു. അതെ, അച്ഛന്മാരെ പിന്നെയും അവര് സ്വതന്ത്രരാണ്. അവർക്കറിയാം തന്നെ എൻ്റെ മോനും മോളും ആണല്ലോ, അവൻ എവിടെ ചെന്നാലും എവിടെ ചെന്നാലും സ്ട്രോങ് ആണല്ലോ. പക്ഷെ അമ്മമാരതല്ല. ശരിയാ, അമ്മമാരെപ്പോഴും ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അത് റെഡി ആയിട്ടുള്ള കാര്യമല്ല.
എന്നാ അവരിലൊരു ശ്രദ്ധയൊക്കെ പഠിപ്പിക്കുന്നത് നല്ലതാ. പക്ഷെ ഭയങ്കര ഓവറായിട്ട് അങ്ങ് ആവുന്നത് ഇപ്പോഴത്തെ ജനറേഷനില് കുട്ടികൾക്ക് പണ്ടത്തെ കുട്ടികളുടെ പോലെയല്ല ഇപ്പൊ. കാരണം ഇതന്നെ അമ്മമാര് എപ്പോഴും കൂട്ടിപ്പിടിച്ച് അവർക്ക് ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുക അല്ലെ. എനിക്ക് അങ്ങനെ അതിന് തന്നെ അമ്മമാരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുക. അതെ, അവർക്ക് ജീവിതം നഷ്ടപ്പെടുക, മനസ്സമാധാനം ഇല്ല. കാരണം വളർന്നു കഴിഞ്ഞാലും ആ കുട്ടി അമ്മേ അതിങ്ങെടുക്ക്, ഇതിങ്ങെടുക്ക്, മറ്റേത് എടുക്ക്. കാരണം അവരെ സ്വതന്ത്രരാക്കി ഒന്നും എടുക്കാനും ഒന്നും വിടുന്നില്ല. പിന്നെ ജീവിത അവസാനം വരെ ആ അമ്മ വീണ്ടും കുഞ്ഞുനാള് തൊട്ട് ചെയ്യും പോലെ ഇവർക്ക് വേണ്ടി ജോലി ചെയ്ത് പിന്നെ പറയാൻ നിനക്ക് ഞാൻ അത് ചെയ്തു തരുന്നില്ലേ, ഇത് ചെയ്തു തരുന്നില്ലേ. എന്നാ അവരെ സ്വതന്ത്രരാക്കുന്നു അതുമില്ല. അതുപോലെ മക്കളെന്നൊന്ന് തീരുമാനിക്കണം, ഇത്രയൊക്കെ അമ്മ എനിക്ക് ചെയ്തു തന്നില്ലേ, ഇനി എനിക്ക് സ്വതന്ത്രമായിട്ട് നിന്ന് എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്ത് അവരെ ഒന്ന് പ്രാപ്തരാക്കണം എന്നൊരു തോന്നൽ മക്കൾക്ക് തോന്നുന്നില്ല. മക്കൾക്കും ആ തോന്നൽ ഉണ്ടാകണം. അമ്മമാരെ സ്വതന്ത്രരാക്കണം, അച്ഛന്മാരെ സ്വതന്ത്രരാക്കണം, അവരെ അവരുടെ വഴിക്ക് വിടാമെങ്കിലല്ല ആ ഒരു ചിന്തയുള്ള മക്കളുണ്ടെങ്കിൽ. അമ്മ ഇപ്പൊ നമ്മളുടെ ഈ ന്യൂ ജനറേഷനെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വരികയാണേ, ഇപ്പോഴത്തെ നമ്മുടെ രാഷ്ട്രീയം ഈ പറഞ്ഞ പോലെ തന്നെയാ അല്ലെ. ഒരു പണ്ടത്തെ ആ ഒരു രാഷ്ട്രീയം, പാർട്ടികള് എന്ന് പറയുന്ന അതിന്റെ ഒരു ആത്മാർത്ഥത. പണ്ടത്തെ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോ ഓരോ വോട്ടിനും ഓരോരുത്തരെ കൊലപ്പെടുത്തുകയായിരുന്നു. ഇപ്പൊ അതൊന്ന് കുറഞ്ഞിട്ടുണ്ട് അല്ലേ? അല്ല, ഞാൻ പറയുന്ന സത്യമാണ്. രക്തസാക്ഷി ബലിയാടാകുമായിരുന്നു. ബലിയാടുകളാകുന്ന കുറെ അണികളുണ്ടായിരുന്നു. അവരിങ്ങനെ എന്തുവാ കൊടിയും പിടിച്ച് നടന്ന ഉള്ള അടിയും ഇടിയും ചവിട്ടും തൊഴിയും എല്ലാം കൊള്ളുന്ന ഈ അണികൾ എന്ന് പറയുന്നവരാ. നേതാക്കന്മാർക്ക് ഒരു അടിയും ഇടിയൊന്നും കൊള്ളത്തില്ല, അവർ സുഖമായിട്ട് കഴിയും. ഉള്ള വെട്ടും കുത്തും കോമയൊക്കെ ഇവറ്റകളുടെ പുറത്തും ദേഹത്ത് മുഴുവൻ അതായിരിക്കും. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മാറിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷം. പിന്നെ എന്റെ ഈ വീഡിയോ ദൃശ്യങ്ങൾ അങ്ങോട്ട് പോയി കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇല്ല എന്ന് പറയല്, ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും പറയാനുണ്ട് അമ്മയ്ക്ക്? ഈ എന്താ പറയാ, ഇനി വരുന്ന ഇപ്പൊ ഈ കാണുന്ന ജനറേഷൻ കുറെ പേര് രാഷ്ട്രീയത്തിലായാലും അല്ലെങ്കിൽ ഇപ്പൊ മക്കള് ഇപ്പൊ ഒരു 20-25 വയസ്സ് പ്രായമാകുമ്പോഴേക്കും ഈ കഞ്ചാവ് സ്കൂളിൽ വിദ്യാഭ്യാസം തൊട്ട് തന്നെ കുട്ടികൾ കഞ്ചാവും ഒക്കെ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് എന്തെങ്കിലും പൊന്നു സമൂഹത്തിന് വേണ്ടി ഞാൻ ഇവിടെ ഒന്നും പറയുന്നില്ല. കാരണം അവർക്ക് വേണമെങ്കിൽ അവര് നേരായ വേണം. ഇപ്പൊ ഞാൻ പറയാണ്, മക്കളെ നിങ്ങൾ കഞ്ചാവ് അടിക്കരുത് എന്ന് പറയുവാണെങ്കിൽ ആരെങ്കിലും കേൾക്കുവോ? ഒറ്റവണ്ണം ഇവർക്ക് ഭ്രാന്താണ്, അടിച്ചിട്ട് വന്നായിരുന്നു പറയുന്നതെന്ന് പറയും. അങ്ങനെ എന്റെ വീഡിയോയുടെ അടിയിൽ പറയുന്നത് അത് ഞങ്ങൾ കണ്ടു. ഒരു മൂത്ത കഞ്ചാവ് ഇത് വരുന്നുണ്ടല്ലോ ചില സമയത്തെ. മോളെ അതാണ് ഈ പല്ല് ഇളകിയിരിക്കുന്നില്ല, അതുകൊണ്ടാണ് പല്ല്. പിന്നെ കൊറേ ഇരുന്ന് സംസാരിക്കുമ്പോ നാവ് കുഴയും. വെള്ളം വേണമെങ്കിൽ കുടിക്കരുത്, ഒന്നും ഭക്ഷണം. അപ്പൊ ഞാൻ ഈ കഞ്ചാവ് അടിക്കരുതെന്നൊന്നും ഞാൻ ഒറ്റ എണ്ണത്തിനോടും പറയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കഞ്ചാവ് കഴിക്കാമെന്നുള്ളത് മാത്രം എടുത്ത് കട്ട് ചെയ്ത് ഇടരുത്. പിന്നെ അത് മാത്രം കിടന്ന് ഓടുവേ. കഴിക്കാതിരിക്കാം, അതൊന്നും എന്റെ പരിധിയിൽ പെടുന്നതല്ല. എന്തായാലും കഞ്ചാവെന്ന് പറയുന്ന ആ ചെടി ഇവിടെ വളർന്നുകൊണ്ടേയിരിക്കും അല്ലേ? അത് നമ്മളെ പോലെ തന്നെ, അതിങ്ങനെ പൂത്തും തളർത്തും വളർന്നുകൊണ്ടിരിക്കും. ആളുകൾ പോയി ഒരറ്റത്തുനിന്ന് പോയി കഴിച്ചുകൊണ്ടിരിക്കും, ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ആ ഉപയോഗിക്കുന്നവരെ ഒരറ്റത്തുനിന്ന് പോലീസുകാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ പിടിച്ചുകൊണ്ടിരിക്കും. അത് ഇനി ഈ ഭൂമിയുടെ അവസാനമൊന്നും എനിക്കറിയില്ല. എന്തുവായാലും അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഇതിലൂടെ എത്ര ഉപദേശം കൊടുത്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ ഒന്നും പിന്നെ ഇവിടെ വന്ന് നിൽക്കും. അല്ല, അതൊക്കെ ഒന്നും പറയാൻ പറ്റാത്ത. അല്ല, ഇത് ഇട്ടേരെ നല്ലതാ ഈ പറയുന്നതൊക്കെ.
മനസ്സിലായോ? ഈ പറയുന്നത് മോനെ കട്ട് ചെയ്ത് കളയല്. ഇതൊക്കെയാണ് രസകരം. ഞാൻ ഈ പറയുന്നത് ഒന്നും കട്ട് ചെയ്യണ്ട, ഇതെല്ലാം ഒറിജിനാലിറ്റിയാണ്. അതെ അതെ. അല്ല അത് നമുക്ക് മനസ്സിലായി, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. അതായത് ഉള്ളില് ഒളിവും മറയും വെച്ചിട്ട് സംസാരിക്കാതെ ഉള്ളത് തുറന്നു പറയാ. അത് ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടാ മതി. ആ ഒരു സമീപനം നല്ല കാര്യാ. എന്റെ സകല വീഡിയോയുടെ അടിയിലും ഇരുന്ന് പറയുന്നത് ഞാൻ അഞ്ചാ പഠിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഞാൻ എന്തിനും പറയും, ആരാണോ എഴുതി വെച്ചത്, ആ എഴുതി വെച്ചത് ആരാണോ അവര് നേരിട്ട് ഇങ്ങി പോരുക. ഈ ആള് എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട്, ശരിയാ, ഞാൻ കഴിച്ചിട്ടുണ്ട്, ആള് തന്നിട്ടുണ്ട്, ആദ്യം ആ ആളിനെ എനിക്ക് സപ്ലൈ ചെയ്ത ആ ആളിനെ പിടിക്കുക. അപ്പോഴേ ID മാറ്റി വേറെ മുഖമൊക്കെ ആക്കി വരൂല്ലേ. ഞാൻ പറയാം, നീയാണ് അവിടെ എഴുതിയത്, പോലീസുകാരെ നിന്റെ ID തപ്പി ഞാൻ അങ്ങോട്ടങ്ങ് വിടും. എന്നെ പിടിക്കാനല്ല ഞാൻ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഞാനൊരു വക്കീൽ ഗുമസ്ത കൂടിയായിരുന്നു. ഞാൻ പറയാം, എന്റെ അടുത്ത് വന്ന് ഒത്തോണ്ണം വണ്ണം ആരും ഒന്നും പറയില്ല. ഇപ്പൊ കോളേജ് പഠനം കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്താണോ വക്കീൽ ഗുമസ്തയ്ക്കായത്? അല്ല മോളെ, ഞാൻ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട്. വീട്ടു ജോലി ചെയ്തിട്ടുണ്ട്, ഹോം നേഴ്സ് ജോലി ചെയ്തിട്ടുണ്ട്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസ് ഷോപ്പില് വർക്ക് ചെയ്തിട്ടുണ്ട്, തൂത്തുവാരാൻ പോയിട്ടുണ്ട്, തറ ഉടയ്ക്കാൻ പോയിട്ടുണ്ട്, പാചകം ചെയ്യാൻ പോയിട്ടുണ്ട്, പിന്നെ മെഴുകുതി നിർമ്മാണം, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി ഇവ പൊടിച്ച് ഓരോ വീടുകളും കൊണ്ട് കൊടുക്കാൻ ഞാൻ തന്നെ ഇവിടെ പൊടിക്കും, ഞാൻ തന്നെ സപ്ലൈ ചെയ്യും. പിന്നെ അക്വേറിയം, സ്വർണം മത്സ്യങ്ങൾ ഒക്കെ വിൽക്കുന്ന ഗോൾഡ്. മനസ്സിലായി, എനിക്ക് മനസ്സിലായി. പിന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട് ടീച്ചറായിട്ട്. പിന്നെ ഔഷധിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ തടവുമൊക്കെ, ഉഴിച്ചിലും പിഴിച്ചിലും എനിക്കറിയില്ല കുട്ടി, ഇങ്ങനെയൊക്കെ നോക്കുന്ന ഞാൻ ഒത്തിരി ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ വക്കീൽ ഗുമസ്ത, കുട്ടികളെ പഠിപ്പിക്കാൻ, പിന്നെ ഈ പൂജ പഠിച്ചെടുത്തു. അതൊക്കെ സ്വയം. സ്പെഷ്യൽ കോഴ്സ് അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? കോഴ്സൊന്നുമില്ല, ഞാൻ തന്നെ ഇവിടെ ഇരുന്ന് പൂജ ചെയ്ത്, ഞാൻ തന്നെ ഇവിടെ ഇരുന്നിട്ട് ഒരു രൂപത്തെ പണിത് വെച്ചിട്ട് പൂജിച്ച് വന്നപ്പോ എനിക്ക് തോന്നി, ചേട്ടാ ഇത് ഞാൻ എന്നെ തന്നെ ആണല്ലോ ഇരുന്ന് പൂജിക്കുന്നതെന്ന്. പിന്നെ എന്തൊക്കെയാ വേറെ വിശേഷങ്ങൾ അമ്മയ്ക്ക്? ഇനി നെക്സ്റ്റ് എന്തെങ്കിലും സമൂഹത്തിനോട് പറയാനുണ്ട് അങ്ങനെ എന്താ? അതായത് ഇനി അമ്മയുടെ ലക്ഷ്യം എന്താ? ഇനി അടുത്ത ലക്ഷ്യം അത് ലക്ഷ്യമല്ല, ഇവിടെ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ധ്യാനമുണ്ട്, യോഗയുണ്ട്, ചികിത്സയുണ്ട്. എന്നാൽ ഡോക്ടർമാരുടെ ചികിത്സയൊന്നുമല്ല, ആഹാരമാണ് ഇവിടുത്തെ മരുന്ന്. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ വെച്ച് നല്ല വിറ്റാമിനുള്ള ആഹാരം കഴിക്കുന്നു. അതൊക്കെയാണ് ഇവിടുത്തെ മരുന്നുകൾ എന്ന് പറയുന്നത്. അതാ, അല്ലാതെ മുറിവ് ഇങ്ങനെ വെച്ച് കെട്ടുന്നതോ അല്ലെങ്കിൽ അതിന് സൂചി എന്താണ് ഇഞ്ചക്ഷൻ എടുക്കുന്നതൊന്നുമല്ല. പക്ഷെ ഞാൻ അതൊക്കെ ചെയ്തിട്ടുള്ള ആളാ. അതെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. അത്യാവശ്യം ആർക്കെങ്കിലും അവിടെ ജോലി എങ്ങനെ ചെയ്തു വല്ല മുറിവോ അങ്ങനെ പറ്റി വന്നിട്ട് മരുന്നൊക്കെ വെച്ച് കെട്ടാറുണ്ട്. ആഹാരമാണ് ഇവിടുത്തെ നല്ല ആഹാരം, നല്ല വിറ്റാമിനുള്ളു. വിറ്റാമിൻ എന്ന് വെച്ചാൽ ഗുണമുള്ള ആഹാരം, നല്ല ഗുണമുള്ള ആഹാരം കഴിക്കുക. അതാണ്. നോൺ കഴിക്കില്ലല്ലോ? അല്ല, ഇപ്പൊ കഴിക്കില്ല, നേരത്തെ കഴിക്കുമായിരുന്നു. അതൊന്നും ഇപ്പൊ എന്റെ വയറ്റിന് കുടലിന് ശരിയാവുന്നില്ല, ദഹനം. എനിക്കത് പറ്റുന്നില്ല കുട്ടി. നേരത്തെ നന്നായിട്ട് കഴിക്കുമായിരുന്നു. അതിനോടൊക്കെയുള്ള കൊതിയും മതിയും ഒക്കെ തീർന്നു. എല്ലാത്തിനോടുള്ള ആവേശവും കൊതിയും മതിയും ആഗ്രഹങ്ങളും എല്ലാം പോയി കുട്ടി. ചിന്തകള് പോയി, ബുദ്ധി പോയി, ആക്രാന്തം പോയി, ആവേശം പോയി. ഒരു മനുഷ്യൻ എന്താണോ ഇവിടെ ജീവിച്ചപ്പോൾ ഉണ്ടായിരുന്ന അതെല്ലാം എന്നിൽ നിന്ന് നഷ്ടമായി പോയി. എന്നാ എല്ലാം കൊണ്ടുതാനും ഇപ്പൊ ഇങ്ങനെ അങ്ങ് ജീവിക്കുക. ഇവിടെ തന്നെയാണോ ജനിച്ചതും വളർന്നതൊക്കെ? ഈ നാട്ടിൽ തന്നെ? ഇവിടെ ജനിച്ചത് കൃത്യമായിട്ട് ഇനി എവിടെയാണെന്ന് ചോദിച്ചു,
ഈ നാട്ടിലല്ല ജനിച്ചത്. ജനിച്ചത് ഈ നാട്ടിലല്ല, ഈ നാടെന്നൊക്കെ ചോദിക്കുമ്പോ എന്റെ ഉത്തരം കിച്ച് കേട്ട ചിലപ്പോ മോളൂരേക്ക് എന്നെ ഇനി ആക്കാൻ പറയുവാന്നോന്ന് അങ്ങനെ പറഞ്ഞ തോന്നണ്ട. ഞാൻ പറയാം അമ്മ എന്താ പറയാ ഉദ്ദേശിക്കുന്നത്. അതായത് ലോകം തന്നെ എന്റെ നാടാണ്. എന്റെ അത് ജനിച്ചത് അമ്മയുടെ ഗർഭപാത്രത്തിലാണ്. അവിടെ അല്ലേ ആദ്യത്തെ ജന്മം. അതെ അതെ. മാംസമൊക്കെ ഇങ്ങനെ രൂപപ്പെട്ട് വരുന്നത് തന്നെ അവിടെയല്ലേ. അതെ. അവിടുന്നല്ലേ പിന്നെ പൂർണ്ണ ദേഹമായിട്ട് ഇങ്ങോട്ട് വീഴുന്നത്. അതിനി കൃത്യമായിട്ട് പറയാൻ ഒരുപക്ഷെ അമ്മ എന്ന് പറയുന്ന വ്യക്തിക്ക് തന്നെ അത് പറയാൻ പറ്റുമോന്ന് അറിയില്ല. അപ്പോൾ ബോധമുണ്ടോ അബോധാവസ്ഥയാന്ന് അറിയില്ലല്ലോ. ഈ സ്ത്രീകൾ പ്രസവിക്കുന്ന സമയത്ത് ചിലര് ബോധം ഉണ്ടായിരിക്കും, ചിലർക്ക് ബോധം പോവുക. അതൊന്നും കൃത്യമായിട്ടൊന്നും പറയാനൊന്നും കണക്കുകൾ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എല്ലാവരും പറയും ഇന്ന സമയത്ത് ഇന്ന, അതൊക്കെ ചുമ്മാ കള്ളത്തരമാണ്. കൃത്യമായി ഞങ്ങളിപ്പോ ഇവിടെ വരുമ്പോഴേ അവിടെ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കണുണ്ടല്ലോ, അതെന്താണ് അതിന്റെ സംഭവം? എന്റെ പൊന്നു കഴിഞ്ഞാൽ അത് വലിയതൊന്നും അല്ല. അടുക്കളയില്ല, അടുക്കളയൊന്നും വേണം. അടുക്കളയായിട്ടാണ്ട് ഒന്നുമില്ല. ഇതേ നോക്ക്, മോള് കാണുന്നതല്ലേ, ഇതല്ലാണ്ട് ഈ പാത്രങ്ങളെല്ലാം വിടിരിക്കുക. ഇതൊക്കെ ഒന്ന് പറക്കി വെക്കാൻ വേണ്ടി ഒരു ഇടം ഒപ്പിക്കുക. ഒരു നമ്മളായാലും ഒരു വീട് നമുക്ക് ഒരു കയറി കിടക്കാനായിട്ട് ഒരു ഇടം വേണ്ടേ. പിന്നെ ഇവിടെ ആയാല് അട്ടയും തേളും പാമ്പും എലിയും എല്ലാം കയറി വരുന്ന ഒരു സ്ഥലമാ. അപ്പോഴേ നമുക്കൊരു ഇടം ഉണ്ടാക്കണം. അതിനുവേണ്ടി ഉണ്ടാക്കുന്ന സ്ഥലം തന്നെയാണോ? അതിനെയാണ് ഞാൻ ക്ഷേത്രം എന്ന് പറയുന്നത്. വീടിനെ ഞാൻ ക്ഷേത്രം എന്ന് പേരിട്ട് വിളിക്കുന്നു. നമ്മുടെ ദേഹത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് പോലെ നമുക്ക് ഭൂമിയിൽ ഒരു വീടുണ്ടാകുമ്പോൾ ആ വീടിനെ ഞാൻ ക്ഷേത്രമെന്നാണ് പറയുന്നത്. വിഡ്ഢികളായിട്ടുള്ള മനുഷ്യർ എന്ന് പറയും ക്ഷേത്രം പണിയുന്നില്ലേ, ലൈസൻസ് ഉണ്ടോ? ഞാൻ പറയാം, പൊട്ടന്മാരെ നിനക്കൊക്കെ വീട് വെക്കുന്നില്ലേ, നീയൊക്കെ അതിന് വീടെന്ന് പറയുന്നു, ഞാനത് ക്ഷേത്രം എന്ന് പറയുന്നു. നിന്റെയൊക്കെ വീടിന് നീയൊക്കെ ലൈസൻസ് ഉണ്ടെങ്കിൽ ഇതിനും ലൈസൻസ് ഉണ്ട്. ഇത് വെറുതെ വെക്കുവല്ല, ഇതിന് എഴുത്തൂത്തുകളെല്ലാം ഉണ്ട് എന്ന് ഞാൻ അവരോട് പറയും. കാരണം ഇവർക്ക് എൻ്റെ ഭാഷകളും എൻ്റെ രീതികളൊക്കെ പുറത്തു നിൽക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ലെന്ന്. ഈ ക്ഷേത്രം വെക്കുക എന്നൊക്കെ പറയുമ്പോ ആളുകള് അത് ലൈസൻസ് വേണ്ടേ, അത് വേണ്ട. ശരിക്കും ഇത് വീടാണ് വെക്കുന്നത്, പക്ഷെ അത് ഞാൻ ക്ഷേത്രം എന്ന് എനിക്ക് അങ്ങനെ പറയാനേ പറ്റുള്ളൂ. കാരണം ഞാൻ ദേവിയാണ്, ക്ഷേത്രത്തിൽ കുടിയിരിക്കുന്നത് ദേവിയാരാണ്. അപ്പൊ ഞാൻ വെക്കുന്നതും ക്ഷേത്രമാണ്. ദേവിക്ക് അടുക്കള വേണ്ടേ, പൊന്നിന് അടുക്കള വേണ്ടേ ഭക്ഷണം തയ്യാറാക്കാൻ. പൊന്നൊരു ദേവിയാ, മഹാലക്ഷ്മിയാ, കേട്ടോ. വീട് പണിയാൻ വേണ്ടിട്ട് ഉള്ള അടുക്കള വേണ്ടേ, ആ അടുക്കളയെ നമ്മൾ ക്ഷേത്രം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഞാൻ വെക്കുന്ന അടുക്കളയ്ക്ക് എനിക്ക് ക്ഷേത്രം, അവിടുത്തെ ദേവിയായി ഞാൻ. അപ്പോഴേ ഈ കുട്ടികൾ വന്ന ഒരു ഇരിപ്പിടമായിട്ടൊക്കെയാ വന്നത്. മോളുടെ പേര് സജിനി. സജിനി ഒരു ഇരിപ്പിടമായിട്ടൊക്കെ വന്നു. എനിക്ക് പൊന്നാടയൊക്കെ ഇട്ട് അണിഞ്ഞൊക്കെ തന്നിട്ടുണ്ട് നന്നായിട്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് വന്നു പോവുക വരും. ഇന്നിവിടെ നൃത്തവും പാട്ടും ഒക്കെ ഉണ്ട്. ഇന്ന് ശിവരാത്രി അല്ലേ, അപ്പൊ നമ്മളൊക്കെ തന്നെ ഇവിടെ ഉള്ളവരൊക്കെ തന്നെയാ ഇവിടെ കൂടും. ശരി. ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ ഗുരു ദിവ്യ നാഗ സൈരന്ദ്രി ദേവി അമ്മ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ഷെയർ ചെയ്തു തന്നു. വളരെ സന്തോഷം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അമ്മയിൽ നിന്നും. വരും തലമുറയോടും അതുപോലെ തന്നെ രാഷ്ട്രീയം എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ഫിലോസഫർ ആയിക്കൊണ്ട് അല്ലേ കുറേ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്തു തന്നു. അപ്പം വെറും നന്ദി എന്ന് പറഞ്ഞാൽ അതിൽ തീരില്ല. എന്തായാലും മനസ്സ് നിറഞ്ഞ് ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.
നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും വൈറലായിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ബാബുസ്വാമി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവൻ ഇതുവരെ ചെയ്തിട്ടില്ല, പക്ഷെ ഇപ്പൊ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. എത്രത്തോളം വിജയിക്കുന്ന അറിയില്ല. കാരണം ഞാൻ ചെയ്ത് നോക്കാം അമ്മയെന്നാണ് പറഞ്ഞത്. ഞാൻ കണ്ടിട്ടില്ല, എന്നാലും നമുക്ക് എന്തായാലും നേരിട്ട് നോക്കാം വിജയിക്കുമോ വിജയിക്കില്ലെന്ന്. ആ ബാബുസ്വാമി എന്നുള്ളതുകൊണ്ട് വിനോദലക്ഷ്മണിയില്ലാതെ ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു ആ ഡയലോഗില്. ബാബുസ്വാമി നൃത്തം ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് വൈറലായിട്ടുള്ളത്, അത് പറഞ്ഞത്. നന്നായി നൃത്തം ചെയ്യും ബാബുസ്വാമി. ഞാൻ പോയിട്ടുണ്ട് ബാബുസ്വാമിയുടെ ക്ഷേത്രത്തിലൊക്കെ. പോരാ, നമ്മളത് ട്രെയിൻ ചെയ്തിട്ടില്ല, പഠിച്ചിട്ട്. ഏതായിരുന്നു? നിന്നെ ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നതാടാ. കൊറേ നാളായി അവൻ കിടന്ന്. നന്നായിട്ട് വാ കുട്ടി കേട്ടോ. എന്റെ പൊന്നോട് എനിക്ക് അത്രേ പറയാനുള്ളൂ കേട്ടോ. നല്ല കുട്ടിയാ, ഫുഡൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അതെ നോക്കാൻ, ഇങ്ങോട്ട് നോക്ക്. ഇത് പറയണ ഇങ്ങോട്ട് നോക്ക്. നടന്മാരെയൊക്കെ എടുക്കും. പിന്നെ ഷീല, പണ്ടത്തെ നടിയില് ഷീല എടുക്കും. പിന്നെ ഉമ്മർ, സത്യൻ, അങ്ങനത്തെ ജനാർദ്ദനൻ. പിന്നെ പാട്ടുകള് ലേഡി വോയിസിലൊക്കെ പാട്ടൊക്കെ പാടും ഒക്കെ ചെയ്യുമല്ലേ. പെണ്ണിന്റെ ഒച്ചയില്. അതൊക്കെ പോട്ടെ, ഇവരെയൊക്കെ അനുകരിക്കുന്ന മോന്റെ സ്വരം മോനെ മറന്നു പോയിട്ടുണ്ടോ? അതുണ്ട്.